കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ആര്? മാർത്തയും മറിയയും വിളിച്ചു പറയുകയാണ്. മാർത്തയും മറിയയും ആളുകളെ വിട്ട് യേശുവിൻ്റെ അടുക്കൽ പറയിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ ഒരു വാക്കാണ് നമുക്ക് വേണ്ടത്. നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ് ദൈവമക്കളെ. കാരണം നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണോ എന്ന് നാം ചിന്തിക്കണം. ഹല്ലേലൂയ. ലാസറും മറിയയും മാർത്തയും എല്ലാവരും ദൈവത്തിന് അല്ലെങ്കിൽ യേശുവിന് പ്രിയപ്പെട്ടവരായിരുന്നു. അവർ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ 4ാമത്തെ വാക്യം കാണുന്നു. എന്താണ്? യേശു മാർത്തയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മാർത്തയും മറിയയും യേശുവിനെ സ്നേഹിച്ചിരുന്നു, ലാസറും യേശുവിനെ സ്നേഹിച്ചിരുന്നു എങ്കിൽ യേശു തിരിച്ചും അവരെ സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അനേക വ്യക്തികൾ ഈ ലൈവ് കാണുന്നവരുണ്ട്, പിന്നീടായാലും ഈ വീഡിയോ കാണുന്നവരുണ്ട്. നിങ്ങൾ ഇന്ന് യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എങ്കിൽ യേശു നിന്നെയും സ്നേഹിക്കാൻ തയ്യാറാണ്. നിൻ്റെ വിഷമ സാഹചര്യങ്ങളിൽ, നിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നീ യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാഹചര്യങ്ങളെല്ലാം മറന്നിട്ട് നീ യേശുവിനെ സ്നേഹിച്ചോ? യേശു നിന്നെ സ്നേഹിക്കുന്ന ഒരു രാത്രിയാവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നിൻ്റെ സ്ഥിതിയെ മാറ്റും. കാരണം ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റും. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശു നിൻ്റെ ജനമാണ് നീ. ആ യേശു നിൻ്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്.